ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്തതിനെതിരായിക്കൊണ്ട് രാജ്യവ്യാപകമായിട്ട് വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി 2 കന്യാസ്ത്രീകളും ഒരു ആദിവാസി യുവാവും അവിടെ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ജയിലിൽ ഇട്ടതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം ഇന്ന് വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ എതിരായിക്കൊണ്ട് നമ്മുടെ രാജ്യത്തും നമ്മുടെ പാർലമെൻറ്റിലുമെല്ലാം ഉയർന്നു വന്ന കാര്യം എല്ലാം ഇവിടെ വിശദീകരിക്കപ്പെട്ടതാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ എംപിമാരും ഇടതുപക്ഷ പാർട്ടി നേതാക്കളും 2 ദിവസം ഛത്തീസ്ഗഡ് സന്ദർശിക്കുകയും ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീകളെയും ആദിവാസി യുവാവിനെയും കാണാൻ ശ്രമിച്ചു. ആദ്യ ദിവസം ഞങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ടായില്ല. പിറ്റേ ദിവസം ജയിലിൽ ചെന്നവരെ കാണാനുള്ള സൗകര്യം ലഭിക്കുകയും അവരുമായിട്ട് ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ടായി. അവരുമായി സംസാരിച്ച സന്ദർഭത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ, ഈ കന്യാസ്ത്രീകളുടെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം അവർ ചെയ്തിട്ടില്ല. സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ആരോഗ്യ കാര്യത്തിലും അവരുടെ സാമൂഹിക കാര്യങ്ങളിലുമെല്ലാം തന്നെ ഞങ്ങൾ ഇടപെടുക എന്നല്ലാതെ മറ്റ് ഞങ്ങളിൽ ആരോപിച്ച കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് അവർ കൃത്യമായിട്ട് പറഞ്ഞത്. എങ്കിൽ പോലും അവരെ ജയിലിലടച്ചുകൊണ്ട് ഭീകരവാദികളോട് പെരുമാറുന്ന രീതിയിലാണ് പെരുമാറിയെന്നാണ് അവർ പറയുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ ബഹുമാനായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഞങ്ങളൊരു മെമ്മോറാണ്ടം സമർപ്പിക്കുകയും ചെയ്തു. വിശദമായി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു മെമ്മോറാണ്ടമാണ് സമർപ്പിച്ചത്. അത് സംബന്ധിച്ച് അദ്ദേഹം ഇടപെടാമെന്ന് പറയുകയും കന്യാസ്ത്രീകൾക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കാൻ വേണ്ടിയുള്ള അവസരമൊരുക്കാമെന്ന് ഞങ്ങളോട് സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ അവർക്ക് മോചനം സാധ്യമാകും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഓരോ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓരോ മനുഷ്യനും അവരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. ആ മൗലികമായിട്ടുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന നിലപാടിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് 2 നിരപരാധികളായിട്ടുള്ള കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും അതോടൊപ്പം തന്നെ ഒരു ആദിവാസി യുവാവിനെ അകാരണമായിട്ട് തന്നെ ജയിലിലടയ്ക്കുകയും ചെയ്തു. ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല കാണുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ആൾക്കൂട്ട വിചാരണകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കിയത്, കന്യാസ്ത്രീകൾ പറഞ്ഞത്, ഇവിടെ പോലീസുകാരുടെ മുൻപിൽ വെച്ചാണ് സംഘപരിവാർ ശക്തികൾ ഈ നിരപരാധികളായിട്ടുള്ള ആളുകളെ ചോദ്യം ചെയ്യുകയും അവരെ ആക്രമിക്കുകയും ചെയ്തത്. അത് നമ്മുടെ രാജ്യത്താകെ വർദ്ധിച്ചു വരികയാണ്. തീർച്ചയായിട്ടും അതിനെതിരായിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ കന്യാസ്ത്രീകൾ, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീകളാണ് ജയിലിലടയ്ക്കപ്പെട്ടത്. അവർക്ക് എത്രയും പെട്ടെന്ന് മോചനം സാധ്യമാകും എന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവർ ജയിൽ മോചിതരായി മാറട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അതിനുവേണ്ടി ഞങ്ങളെക്കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ത്യയിൽ വലിയ പ്രസ്ഥാനമല്ലെങ്കിൽ പോലും ശക്തമായ പ്രതിഷേധം എല്ലാ സ്ഥലങ്ങളിലും ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. രാജ്യസഭയിലും ലോകസഭയിലും എല്ലാം തന്നെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യമാകെ ആ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയത്. അതിൻ്റെ കൂടി ബലമായി കൊണ്ടാണ് ഈ മോചനം സാധ്യമാകാൻ വേണ്ടി പോകുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.